ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ 2026 ജനുവരി 17 ഔദ്യോഗികമായി സർവീസ് ആരംഭിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലെ മാൾഡയിൽ നിന്നാണ് ആദ്യ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഹൌറയ്ക്കും കാമ്യാക്കയ്ക്കുമിടയിലാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടുന്നത്. എന്നാൽ ബംഗളൂരുവിനും മുംബൈക്കുമിടയിലുള്ള ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പറിന് ഇപ്പോൾ പച്ചക്കൊടി ലഭിച്ചിരിക്കുകയാണ്. ഈ രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള യാത്രയിൽ വലിയ മാറ്റങ്ങളായിരിക്കും ഈ സർവീസ് കൊണ്ടുവരിക. റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. രാത്രി യാത്രക്കാർക്ക് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇത് സഹായിക്കും. നിലവിലെ ട്രെയിനുകളേക്കാൾ മികച്ച വേഗതയും അത്യാധുനിക സൗകര്യങ്ങളുമാണ് വന്ദേ ഭാരത് സ്ലീപ്പറിൽ യാത്രക്കാരെ കാത്തിരിക്കുന്നത്. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ KSR ബംഗളൂരുവിനും ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് മുംബൈയും ബന്ധിപ്പിക്കുകയും ഇതിലൂടെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും യാത്രാസമയം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. ഈ സ്ലീപ്പർ ട്രെയിൻ ഈ വർഷം അവസാനത്തോടെ സർവീസ് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. റെയിൽവേയുടെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ ട്രെയിൻ എത്തുന്നത്. ഇതോടെ ബംഗളൂരുവും മുംബൈയും തമ്മിലുള്ള ദൂരം കുറയുമെന്ന് മാത്രമല്ല, വേഗതയും ആഡംബരവും ഒത്തുചേർന്ന യാത്ര വൈകാതെ തന്നെ യാത്രക്കാരുടെ പ്രിയപ്പെട്ട ചോയ്സായി മാറും. ഇതിനു പുറമെ ഡൽഹി, സൂറത്ത് ഉൾപ്പെടെയുള്ള മറ്റ് വന്ദേ ഭാരത് സ്ലീപ്പർ റൂട്ടുകളും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ഈ റൂട്ടിലോടുന്ന എക്സ്പ്രസ് ട്രെയിനുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ 20 മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട്. എന്നാൽ പുതിയ സ്ലീപ്പർ പതിപ്പ് എത്തുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയും. വെറും 12 മണിക്കൂർ കൊണ്ട് യാത്ര പൂർത്തിയാക്കാനാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത്. ഇത് പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള സ്ഥിരം യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. സർവീസ് തുടങ്ങുന്ന ഔദ്യോഗിക തീയതി റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. ബംഗളൂരുവിലെ BML ഫാസിലിറ്റിയിൽ ട്രെയിനിന്റെ പരീക്ഷണോട്ടങ്ങൾ നടന്നുവരികയാണ്. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും കുലുക്കവുമില്ലാത്ത യാത്ര ഉറപ്പാക്കുന്ന സസ്പെൻഷനുമാണ് ഈ ട്രെയിനിന്റെ പ്രത്യേകത. രാത്രി യാത്രക്കാരുടെ സൗകര്യം മുൻനിർത്തിയാണ് ഇതിന്റെ ഡിസൈൻ. ഓരോ കോച്ചിലും ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റുകളും മികച്ച ലൈറ്റിംഗ് സംവിധാനവുമുണ്ട്. യാത്രക്കാർക്ക് ഇതൊരു പ്രീമിയം യാത്രാനുഭവം ഉറപ്പാക്കുന്നു. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും സാധാരണ ട്രെയിനുകളേക്കാൾ നിരക്ക് കൂടുതലായിരിക്കാനാണ് സാധ്യത. പ്രീമിയം AC ക്ലാസുകളേക്കാൾ അല്പം ഉയർന്ന നിരക്കായിരിക്കും ഈ അതിവേഗ സർവീസിനെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ഇറങ്ങിയത് മുതൽ എന്നാകും കേരളത്തിന് ട്രെയിൻ ലഭിക്കുകയെന്ന ആകാംക്ഷയിലാണ് കേരളത്തിന് വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിൽ സ്ലീപ്പർ സർവീസ് ആരംഭിക്കാനുള്ള സാധ്യതകൾ പരിഗണിക്കുന്നുമുണ്ട്. കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽപാത കേരളത്തിന് അനുവദിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ വന്ദേ ഭാരതിന്റെ കൂടുതൽ സർവീസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം 12 വന്ദേ ഭാരത് സ്ലീപ്പറുകൾ പുറത്തിറങ്ങുമെന്നാണ് റെയിൽവേ പറയുന്നത്. ഇതിൽ കേരളത്തിനും സർവീസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. പ്രധാനമായും 3 റൂട്ടുകളാണ് കേരളത്തിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനായി പരിഗണനയിലുള്ളത്. നേരത്തെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം മംഗളൂരു, തിരുവനന്തപുരം ബംഗളൂരു, തിരുവനന്തപുരം ചെന്നൈ എന്നിവയാണ് ഈ റൂട്ടുകൾ. അതിനിടെ ഇന്ത്യയുടെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ സർവീസുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് റിപ്പോർട്ട്. 2025-26 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. വന്ദേ ഭാരത് എക്സ്പ്രസ് റൂട്ടുകളിൽ ഏകദേശം 3.98 കോടി യാത്രക്കാർ യാത്ര ചെയ്തെന്നാണ് റിപ്പോർട്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 2.97 കോടി യാത്രക്കാരാണ് വന്ദേ ഭാരത് റൂട്ടുകളിൽ സഞ്ചരിച്ചത്. ഏകദേശം 34% വളർച്ചയാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ നിരവധി പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രാക്കിലിറങ്ങിയിരുന്നു. ഇതും യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 1 ലക്ഷം ട്രിപ്പുകളാണ് നടത്തിയത്. ഇതിൽ 9.1 കോടിയിലധികം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചു. വേഗയാത്രയോട് ജനങ്ങൾക്ക് ആഭിമുഖ്യം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമായാണ് റെയിൽവേ ഈ കണക്കുകളെ വായിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ. 2019 ഫെബ്രുവരിയിലാണ് സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര ആരംഭിക്കുന്നത്. ന്യൂഡൽഹി വാരണസി റൂട്ടിലായിരുന്നു ഉദ്ഘാടനം. ഇക്കാരണത്താൽ ന്യൂഡൽഹി വാരണസി റൂട്ടിൽ തന്നെയാണ് ഏറ്റവും അധികം സർവീസുകൾ നടന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.